നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. പ്രസവിച്ചില്ല, അതിനു മുമ്പിൽ പേരിടൽ കർമ്മമൊക്കെ അങ്ങ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച്. കോൺഗ്രസ് ആകുമ്പം ഇങ്ങനെയൊക്കെയാണ് എന്ന് ചിലപ്പോൾ കോൺഗ്രസ്സുകാർ പറയുമായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ ദുഃഖിച്ചിരിക്കുകയാണ്. പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു തരംഗം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. എന്ന് വിചാരിച്ച് ഇത്തരത്തില് മനക്കോട്ട കെട്ടി ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ഒരു കലഹത്തിലേക്ക് പോകുമെന്ന് ആരും കരുതിയില്ല. വി ഡി സതീശൻ നയിക്കുന്ന ഒരു സംഘം കേരളത്തില്, അതിനോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന പരിചയം ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ദേശീയ തലത്തിലും ഒക്കെ ശ്രദ്ധേയനായിട്ടുള്ള നേതാവാണ്. 27ാമത്തെ വയസ്സിൽ നിയമസഭയിലേക്ക് കടന്നു വന്ന ആളാണ് രമേശ് ചെന്നിത്തല. അങ്ങനെ വലിയ ഒരു നീണ്ട പരിചയം. ആ രമേശ് ചെന്നിത്തലയെ തള്ളിയിട്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ കേരള ജനതയുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്നത്. തനിക്ക് താൻ നയിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്ക് 100 സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വനവാസത്തിന് പോകുമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ, അങ്ങനെയൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ 100 സീറ്റ് ഇല്ലെങ്കിലും 80 സീറ്റോടുകൂടിയെങ്കിലും ഭരിക്കാൻ UDF-ന് കഴിയും എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകര് വിലയിരുത്തുന്നത്. ആ സാഹചര്യത്തിൽ എന്തായാലും ഇവര് മുഖ്യമന്ത്രി കുപ്പായത്തിന് വേണ്ടി കടിപിടി കൂടിയിരിക്കുകയാണ്. ഇനി ഇതെല്ലാം മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഹൈക്കമാൻഡായിട്ടുള്ള KC വേണുഗോപാൽ. ഈ KC വേണുഗോപാൽ കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് മാത്രമാണ് നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് കേരളത്തിലെ കാര്യങ്ങളിലൊന്നും തന്നെ വലിയ നോട്ടമില്ലായിരുന്നു. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നു, അറിയാം ഇനി ഭരണം 5 വർഷത്തേക്കില്ല എന്നുള്ളത്. 2021 നോക്കി, പക്ഷേ പലതരത്തിലുള്ള ദുരന്തങ്ങളും പിണറായി വിജയൻ അനുകൂലമായി മാറുകയും ആ ദുരന്ത സാഹചര്യങ്ങളെ മുഴുവൻ പിണറായി വീണ്ടും അധികാരത്തിൽ വരുന്നതിനിടയാക്കുകയും കേരളത്തിന്റെ രക്ഷകനായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ 10 വർഷക്കാലം കേരള ജനത അനുഭവിച്ച ആ ദുരന്തത്തിന് വിരാമമിടാൻ പോവുകയാണ് എന്ന് KC വേണുഗോപാൽ എന്ന് പറയുന്ന ആ പുങ്കവൻ മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, ഈ കണ്ട കടകളിലൊക്കെ കയറി കടയപ്പവും തിന്ന് കടപ്പണ്ടവും തിന്ന് പോയ ഒരു ഓട്ടമുണ്ടല്ലോ, ഭാരത് ജോഡോ യാത്ര, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ. ആ യാത്രയില് കൂടെ സേവിച്ച ആളാണ് KC വേണുഗോപാൽ. എല്ലായ്പ്പോഴും കൂടെ നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. ഹൈക്കമാൻഡ് ആരാന്ന് ചോദിച്ചാൽ KC വേണുഗോപാൽ തന്നെ. ആ KC വേണുഗോപാല് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാലിന് വേണ്ടി പലരും രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളെ അടക്കം, അതൊക്കെ പലതരത്തില് പലർക്കും പണം കൊടുത്തും പലരെ കൊണ്ട് പറയിപ്പിച്ചും ഒക്കെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കഴിപിടി കൂടുമ്പോഴായിരിക്കും KC വേണുഗോപാൽ എന്ന് പറയുന്ന ഈ പുങ്കവനെ കെട്ടിയിറക്കാൻ പോകുന്നത്. KC വേണുഗോപാലിനറിയാം ഇനി ഇപ്പോൾ അവിടെ നിന്നിട്ട് കഥയില്ല. നമുക്കറിയാവുന്നതല്ലേ, കേരളത്തിലെ MP-മാരെല്ലാം തിരിച്ച് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? കേന്ദ്രത്തിൽ നിന്നിട്ട് കഥയില്ല. ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിയുടെയും BJP-യുടെയും ഒക്കെ കാലമാണ്.
ഇനി അവിടെ നിന്നാൽ വെറും MP ആയിട്ട് മാത്രം ശിഷ്ടകാലം കഴിഞ്ഞുകൂടാം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളത്തിൽ വന്ന് മത്സരിച്ച് വിജയിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തില്, എന്നിട്ട് മന്ത്രിയുമാകാം എന്നാണ് ഈ പുങ്കവന്മാരൊക്കെ കണക്ക് കൂട്ടിയത്. പക്ഷെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് പറഞ്ഞു എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നോളുക, മിണ്ടിപ്പോയരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഉള്ള ഒരു MP സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൂടിയാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാലിനെയാണ് ഇങ്ങോട്ടേക്ക് ഇറക്കാൻ പോകുന്നതെന്ന് ആലോചിക്കണം. KC വേണുഗോപാല് അവിടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തൊന്നും അവിടെ പോയില്ല. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ ചുറ്റിപ്പറ്റി കറങ്ങുകയും കേരളത്തിലെ പല പ്രശ്നങ്ങൾക്കും മറുപടി പറയുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സമയത്തും മുഴുവൻ സമയം ഇവിടെ തന്നെ ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ KC വേണുഗോപാൽ പറയുന്നില്ല, എന്റെ പേര് ഇതിനകത്ത് വലിച്ചിഴക്കരുത്, ഞാനല്ല മുഖ്യമന്ത്രി എന്ന് പറയാൻ ധൈര്യമുണ്ടോ? KC എന്തുകൊണ്ടാണ് കേരളത്തിൽ തന്നെ കറങ്ങുന്നത്? ഇനിയും കേന്ദ്രത്തിൽ നിന്നിട്ട് പ്രയോജനമില്ല. KC വേണുഗോപാലിനെ കൊണ്ട് കേരളത്തിന്റെ അമരത്ത് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാക്സിമം എന്ത് ചെയ്യുക, ഇതിനെ ഊറ്റിക്കൊണ്ടുപോവുക. എന്നിട്ട് കോൺഗ്രസ് ദേശീയ തലത്തിൽ പച്ച പിടിച്ച് നിൽക്കണമെങ്കിൽ പണം വേണമല്ലോ. ആ പണത്തിന്റെ മുഴുവൻ ഒരു സ്രോതസ്സായിട്ട് കേരളത്തെ കാണുകയാണ്. അതിനുവേണ്ടിയാണ് KC വേണുഗോപാലിനെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിനെ ഒരു കറവ പശുവാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസിൽ എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുകയാണ്. ഷാനിമോൾ ഉസ്മാൻ വരെ കുപ്പായം തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇനി ബിന്ദുകൃഷ്ണയാകുമോ എന്ന് നമുക്കറിയത്തില്ല. ഇടയ്ക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ആണ് ആവശ്യം. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഒരുപക്ഷെ പെങ്ങളെ ഈ കൊണ്ടുവന്നിറക്കാനായിരിക്കുമെന്ന്. പെങ്ങള് കേരളത്തിലെ MP-യുമല്ലേ, വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കിയാൽ എന്താ കുഴപ്പം? വയനാട്ടിലെ പാർലമെന്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സുഖമായിട്ട് ജയിക്കാം. കോൺഗ്രസിന്റെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുന്ന ഇടമാണ് വയനാട്. അവിടെ കൊണ്ടുപോയി നിർത്തി ജയിക്കുക. അപ്പൊ പിന്നെ പ്രിയങ്ക ഗാന്ധിയും എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവര് പ്രിയങ്കയും എല്ലാവരും ഇങ്ങനെ താമസമൊക്കെ തന്നെ ഇങ്ങനെ വയനാട്ടിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വയനാടിനെ പിന്നെ കുളിപ്പിച്ച് കിടത്താനൊന്നുമല്ല, ഇവർക്ക് ഇനിയിപ്പോ അവിടെ നിന്നിട്ട് കഥയൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വലിയ ഏക്കർ കണക്കിന് സ്ഥലവും വാങ്ങിച്ച് റിസോർട്ടും ഉണ്ടാക്കിയിട്ട് അവിടെ സുഖവാസത്തിലേക്കാണ് പോകുന്നത്. രാഹുൽ ഗാന്ധി പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസിൽ SFI പിള്ളേർ വാഴ വരെ വെച്ചിട്ടുള്ളതല്ലേ. അപ്പൊ എന്തായാലും ഇവിടെ വയനാടിനെ നന്നാക്കാനോ കേരളത്തിനെ നന്നാക്കാനോ ഒന്നുമല്ല പ്രിയങ്ക ഗാന്ധി വരുന്നത്. അവർക്ക് സുരക്ഷിതമായ ഒരു ഇടം തേടിയാണ്. അപ്പൊ എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ബിന്ദു കൃഷ്ണയോ ഷാനിമോളോ ചിലപ്പോൾ മുഖ്യമന്ത്രി ആയി എന്ന് വന്നാലും നമ്മൾ ഞെട്ടേണ്ട കാര്യമില്ല. പക്ഷേ KC വേണുഗോപാൽ ഇതെല്ലാം ആസൂത്രിതമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. KC കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ട് കേരളത്തിന് 5 വർഷം, കാരണം ഒരു 5 വർഷം കൂടെ ഇപ്പൊ ഇവർക്ക് അധികാരം കിട്ടിയ 5 വർഷം അങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. BJP കേരളത്തിൽ ശക്തി പ്രാപിക്കും. ഇക്കുറി 2 മുതൽ 10 സീറ്റ് വരെ നേടും. 2031 BJP കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് അമിത്ഷാ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ 5 വർഷം കൊണ്ട് കേരളത്തെ പരമാവധി ഊറ്റി മുടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ KC വേണുഗോപാലിനെ രാഹുൽ എന്ന് പറയുന്ന ആ പപ്പുമോൻ ചെക്കൻ ഇങ്ങോട്ടേക്ക് ഇറക്കാൻ പോകുന്നത്. അതുകൊണ്ട് കേരള ജനത സൂക്ഷിച്ചിരിക്കുക. കേരളത്തെ വിറ്റുമുടിപ്പിക്കാനായിട്ടാണ് രാഹുൽ ഗാന്ധി എന്ന ചെക്കൻ KCയെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും.